നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു അടപ്രഥമൻ തയ്യാറാക്കാം. ഈ ഓണത്തിന് നമുക്കൊരു അടപ്രഥമൻ തയ്യാറാക്കിയാലോ? അതെങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അരിയടയാണ് നമ്മൾ പായസം തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അടപ്രഥമനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് അരിയുടെ നല്ല അടയാണ്, വലിയ അടയാണ്. അത് നമ്മൾ വലിയ പീസൊക്കെ ചെറുതാക്കി പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ വലിപ്പത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 250 ഗ്രാം അടയ്ക്ക് 500 ഗ്രാം ശർക്കരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ശർക്കര പൊടി ശർക്കരയാണ്. ഇതൊരു 1/4 കപ്പ് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. അരി അട നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലിട്ട അട നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, അതിലേക്ക് അട ഇട്ട് കൊടുക്കാം. അട നന്നായിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അല്ല ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് അട വേകാൻ താമസിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അട വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അട വെന്ത് വരുന്ന നേരത്തിന് ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കാം. 500 ഗ്രാം ശർക്കരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. പൊടി ശർക്കരയാണ്, പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പം സദ്യയ്ക്ക് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പ്രഥമൻ, അല്ലേ? അടപ്രഥമൻ. അപ്പം നമ്മുടെ ഈ ഓണത്തിന് നമുക്കൊരു അടപ്രഥമൻ തന്നെ തയ്യാറാക്കാം. എപ്പോഴും മറ്റുള്ള പായസങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അടപ്രഥമൻ വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇളക്കി കൊടുത്ത് നമുക്കൊന്നത് വേവിച്ചെടുക്കാം. അട നന്നായിട്ട് വേവണം. വെന്തില്ലെങ്കിൽ കല്ല് കണക്കിരിക്കും, ആ പായസം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ അട വേവിച്ചെടുക്കുന്നത്. 1-2 പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത് അടപ്രഥമൻ്റെ വീഡിയോ ഒന്ന് ഇടുമെന്ന്. അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ശർക്കര പാനിയായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി അതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. നിറമുള്ള ശർക്കര വേണം. വെളുത്ത ശർക്കര വാങ്ങിക്കരുത്. പ്രഥമൻ ഉണ്ടാക്കാൻ എപ്പോഴും ഇതേപോലെ നല്ല കളറുള്ള ശർക്കര വേണം നമ്മൾ വാങ്ങിക്കുക. അപ്പോഴേ നമ്മുടെ പ്രഥമൻ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാകുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് തണുത്ത് വരട്ടെ. നമ്മുടെ അട വെന്തിട്ടില്ല. അട ഒരു 10-20 മിനിറ്റ് വേകണം. നന്നായിട്ട് വെന്തെങ്കിൽ മാത്രമേ നമുക്കൊന്ന് നോക്കാൻ. വെന്തിട്ടില്ല. ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ഈ 250 ഗ്രാം അടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 ചെറിയ തേങ്ങയാണ്, 2 ചെറിയ തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് 2-ാം പാലും, അതായത് 1/2 ലിറ്റർ 1-ാം പാലും 1 ലിറ്റർ 2-ാം പാലും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാലിലാണ് നമ്മളിത് റെഡിയാക്കുന്നത്. തേങ്ങാപ്പാൽ തന്നെ എടുക്കണം പ്രഥമൻ തയ്യാറാക്കുമ്പോൾ. പശുവിൻ പാലിനേക്കാൾ ടേസ്റ്റ് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഇല്ലാത്തവർ മാത്രം പശുവിൻ പാൽ തയ്യാറാക്കിയാൽ മതി. അട വേഗട്ടെ കേട്ടോ. അട വേകാനായിട്ട് അല്പം സമയമെടുക്കും. വെന്ത് വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം അട വേകുന്ന വരെ. അട വെന്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കാര്യമൊക്കെ പെട്ടെന്നാണ്. അടയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് അരിച്ച് തണുത്ത വെള്ളം ഒഴിച്ച് അതിൻ്റെ പച്ചത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അരിപ്പ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അതിൻ്റെ പച്ചത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് പച്ചത്തൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. അടയൊക്കെ നന്നായി വെന്ത് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പായസം തയ്യാറാക്കുന്നതിനുള്ള പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം. നമ്മൾ പായസം തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയും ഒഴിച്ച് അട നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് 50 ഗ്രാം ചവ്വരി വെള്ളത്തിലിട്ട് കുതിർത്ത് 1/2 മണിക്കൂർ നേരം നമ്മൾ കുതിർത്ത് വെച്ച ചവ്വരി കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ശർക്കരപ്പാനി നന്നായിട്ട് അടയുമായി ചേർന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ 2-ാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് കുറുകി വരണം.
നമ്മൾ പാനിയിലിട്ടത് കാരണം ശർക്കര എല്ലാം നല്ല അടയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, കാണില്ലേ? അപ്പം നമ്മുടെ അടയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ചവ്വരി കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് നമ്മൾ ഇതേപോലെ ഇളക്കി വറ്റിച്ചെടുക്കണം നന്നായിട്ട്. രണ്ടാം പാലിൽ കിടന്ന് ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര പാനിയെല്ലാം തേങ്ങാപ്പാലുമായിട്ടൊക്കെ നന്നായിട്ട് നന്നായിട്ട് വെന്ത് കുറുകി വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുവരെ നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പായസത്തിൻ്റെ പരുവൊക്കെ ആയി വരുന്നുണ്ട്, കണ്ടില്ല? ചവ്വരി കൂടെ നന്നായിട്ടൊന്ന് വെന്ത് ചേരണം. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. പായസത്തിൽ പ്രധാനപ്പെട്ടതാണ് അടപ്രഥമൻ. അപ്പോൾ ഈ ഓണത്തിന് നമുക്കൊരു അടപ്രഥമനായാലോ എന്ന് കരുതിയാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. 250 ഗ്രാം അടയാണ് എടുത്തത്. 250 ഗ്രാം അടയ്ക്ക് 1/2 കിലോ ശർക്കരയാണ്. അതായത് അട എത്ര എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വേണം നമ്മൾ ശർക്കര എടുക്കാനായിട്ട്. ഇത് ശർക്കര പാനിയാക്കിയ ശേഷം 250 ഗ്രാം ആയതുകൊണ്ട് നമ്മൾ 2 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ആ 2 തേങ്ങാപ്പാലിൽ 2ആം പാലിലാണ് ഇപ്പോൾ ഇതെല്ലാം കൂടെ വെന്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് കുറുകിയ ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് 1ആം പാൽ ചേർക്കാൻ പറ്റുകയുള്ളൂ. ഒരു 1 ലിറ്റർ 2ആം പാലും 1/2 ലിറ്റർ 1ആം പാലുമാണ് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. എല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അടയും ചവ്വരിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1ആം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ആം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. 1ആം പാൽ ഒഴിക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക, ചുക്ക്, നല്ല ജീരകം ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഏലക്ക, ചുക്ക്, നല്ല ജീരകം. ഇത് ഒരു 6 ഏലക്കയും 1 ടീസ്പൂൺ നല്ല ജീരകവും ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടെ പൊടിച്ചതാണ്. അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതൊന്ന് ചൂടായാൽ മാത്രം മതി. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡിയാകും. ഇതിലേക്ക് നമുക്കിത് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ നെയ്യിൽ മൂപ്പിച്ചൊഴിക്കുക. ചൂടായി നമുക്കിനി ഇത് ഇറക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും എല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചിടാം. പാൻ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടായി വന്ന നെയ്യിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉണക്കമുന്തിരിയോട് ചേർത്ത് കൊടുക്കാം. അപ്പം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അതിന് ശേഷം വാങ്ങി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ നമ്മുടെ ഓണം സ്പെഷ്യൽ അടപ്രഥമൻ ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ഓണം എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ മുടങ്ങാതെ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇനിയും ഇതേപോലെ നല്ല നല്ല ഓണ വിഭവങ്ങളുമായി നമുക്ക് കാണാം. താങ്ക് യു.